ഗസയിലുടൻ വെടിനിർത്താമെന്ന ഇസ്രായേൽ അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതന്യാഹുവിനെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. അടുത്ത തിങ്കളാഴ്ച നെതന്യാഹു യുഎസിലെത്തുമെന്നാണ് സൂചന. വി.കെ. സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ദീർഘകാലമായൊരു വെടിനിർത്തലിലേക്ക് എത്തിപ്പെടും ഗസ എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ഒരു വെടിനിർത്തലിലേക്ക് പോവുകയാണെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയാണ്. ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്കല്ല പോകുന്നത് എന്നുള്ള സൂചനകൾ വരുമ്പോൾ ഹമാസിന്റെയൊക്കെ ഒരു ആവശ്യം ഒരു സമ്പൂർണ്ണ വെടിനിർത്തലായിരുന്നു. അത് ഇസ്രായേൽ സമ്മതിച്ചു എന്ന് US പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും ഹമാസ് അടക്കമുള്ളവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമാകുന്നുണ്ടോ സുഹൈൽ? 60 ദിവസത്തെ വെടിനിർത്തൽ എന്ന് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്യുമ്പോൾ അക്കാര്യത്തിൽ ഇസ്രായേലോ ഹമാസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണോ ഈ വിഷയത്തിൽ ഇസ്രായേൽ സമ്മതിക്കുക? അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം ഹമാസിന്റെ പ്രതികരണമാണ്. കാരണം താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ളത് ഹമാസ് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് നിരവധി തവണ മധ്യസ്ഥരെ അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഉസാമ ഹംദാൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഹമാസിന്റെ സമ്പൂർണമായ ഒരു വെടിനിർത്തൽ പദ്ധതി അത് മധ്യസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്, ഈജിപ്തിനും ഖത്തറിനും കൈമാറിയിട്ടുണ്ട് എന്ന് ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കുറെ കാലമായി പറയുന്നു അടുത്ത ആഴ്ച വെടിനിർത്തൽ ഉണ്ടാകുമെന്ന്. അക്കാര്യത്തിൽ ട്രംപ് വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ നെതന്യാഹുവിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 60 ദിവസത്തെ വെടിനിർത്തലോട് കൂടി ബന്ദികളെല്ലാം വിട്ടുകിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇസ്രായേലും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഉള്ളത്. പക്ഷേ അങ്ങനെ എല്ലാ ബന്ദികളെയും വിട്ടു നൽകി യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്, ഈ ഒരു 60 ദിവസത്തേക്ക് മാത്രം യുദ്ധം നിർത്തുക എന്നുള്ളത് ഒരിക്കലും ഹമാസിന് ഇപ്പോൾ അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം കഴിഞ്ഞ തവണയുള്ള വെടിനിർത്തലെല്ലാം തന്നെ ഇതേപോലെ 60 ദിവസവും 50 ദിവസവും കഴിയുമ്പോൾ വീണ്ടും അതിനേക്കാൾ ശക്തമായി ഇസ്രായേൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് കുറച്ച് വിശ്രമിക്കാനും അതേപോലെ തന്നെ ബന്ദികളെ വിട്ടുകിട്ടാനും ആയുധങ്ങൾ ശരിപ്പെടുത്താനും ഉള്ള ഒരു കാലാവധിയായി താൽക്കാലിക വെടിനിർത്തൽ ഉപയോഗിക്കുന്നു എന്ന വിമർശനം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉയർന്നതാണ്. ഇനി ഖത്തറും ഈജിപ്തുമാണ് ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. ഇസ്രായേലും അമേരിക്കയും അംഗീകരിച്ച ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഖത്തറിനും ഈജിപ്തിനും വഴി, ഈ രണ്ട് രാജ്യങ്ങൾ വഴി ഹമാസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രപ്പോസൽ തീർച്ചയായും ഹമാസ് പഠിക്കും. ആ വിഷയത്തിലുള്ള ഒരു പ്രതികരണം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഇപ്പോൾ ഗസയിലെ സ്ഥിതി അതീവ സങ്കീർണമാണ് എന്ന് നമുക്കറിയാം. കാരണം ഭക്ഷണവും വെള്ളവും തടയുകയാണ്, UN സംവിധാനങ്ങളെ മുഴുവൻ കട്ട് ചെയ്യുകയാണ്. അതിന് പകരമായി 400 സമൂഹ അടുക്കളകൾ വഴിയായിരുന്നു ഗസയിലുള്ള ആളുകളെല്ലാം ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷേ അത് 4 ഇടത്തേക്ക് ചുരുക്കി അവിടേക്ക് എത്തുന്ന ആളുകളെ മുഴുവൻ അവിടേക്ക് എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് അവിടെ ആളുകൾ വെടിവെച്ച് കൊല്ലുന്ന തികച്ചും ക്രൂരമായൊരു നിലപാട് ഇസ്രായേൽ തുടരുന്നു. അതോടൊപ്പം ബേബി ഫുഡ് പൂർണ്ണമായും അവിടേക്ക് തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു വംശഹത്യാ നടപടിയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്ന വിമർശനങ്ങൾ ഉയരുകയാണ്. അപ്പോൾ ഒരു 60 ദിവസത്തെ വെടിനിർത്തലുണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് കുറേയേറെ ഭക്ഷണ ട്രക്കുകൾ ഇങ്ങോട്ട് എത്തുകയും ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയും അതേപോലെ തന്നെ അത്യാവശ്യത്തിന് ചികിത്സാ സംവിധാനങ്ങൾ ഒരുങ്ങുകയും ചെയ്യും എന്നാണ് കാണുന്നത്. പക്ഷേ അതുമാത്രം പോരാ എന്ന് ഹമാസ് പറയുന്നു. പൂർണ്ണമായ ഒരു വെടിനിർത്തൽ അത് മാത്രമേ ഇനി അംഗീകരിക്കൂ എന്ന നിലപാടിൽ ഹമാസ് എത്തിയിട്ടുണ്ട്. പക്ഷേ CNN അടക്കം സൂചിപ്പിക്കുന്നത്, ഹമാസിന്റെ ചില വൃത്തങ്ങൾ പറയുന്നത് ചില വിട്ടുവീഴ്ചകൾക്കെല്ലാം ഹമാസ് സന്നദ്ധമാകും എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാം. അടുത്ത തിങ്കളാഴ്ചയാണ് ഏതായിരുന്നാലും നെതന്യാഹു വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നത്.